ഹാപ്പി ഓണം ഒന്നും കൂടി അവൻ ഇതൊക്കെ ഒന്ന് മാറ്റി തരൂ. പരിപാടിയാണ് പിന്നെ കാന്താരിയാണ് ഹലോ ഗൈസ്, ഒന്ന് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഓണപരിപാടിക്കും ചെയ്യാണ് വന്നത്. ഇങ്ങനെ അതാണ് ഹായ് ഗൈസ്, ഇപ്പം എല്ലായിടത്തും ഓണപരിപാടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഹോസ്റ്റലിൽ ഒരു അടിപൊളി ഓണപരിപാടി വെക്കാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഓണപരിപാടി വെക്കണമെന്ന്, പക്ഷേ നടന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം തന്നെ അത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ ഇല്ല, ഇത് കഴിയാൻ പോവാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഓണപരിപാടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയ ആൾക്കാരൊക്കെ ഞങ്ങൾ പിന്നെ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓണപരിപാടി നടത്താൻ വേണ്ടി. എല്ലാവർക്കും വരാൻ പറ്റിയില്ല. അങ്ങനെ ആര്യച്ചും തിരിച്ചേച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഒരു പച്ചക്കറി ഇല്ലായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് സാധനം അന്ന് തലേന്ന് പോയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തുനിന്നാണ്. മഴ കുറയുമെന്ന് വിചാരിച്ച് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ മഴയൊന്നും കുറയാത്തതുകൊണ്ട് ഞങ്ങൾ നാദാറോട് എത്തിയപ്പോഴത്തേക്ക് രാത്രിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കട ഒരു 8 മണി വരെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് സാധനം എന്തായാലും കിട്ടാതായിപ്പോയില്ല, എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്ന് തന്നെയാണ് പച്ചക്കറി വാങ്ങൽ. ഇവിടുന്ന് വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ കുറച്ച് കിട്ടലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എല്ലാ പച്ചക്കറി അവിടെ നിന്ന് കിട്ടി. എന്നാലും അവിടെ കുറച്ചെണ്ണം ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് കിട്ടിയില്ല, ബാക്കിയൊക്കെ കിട്ടി. പിന്നെ ഏതായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യിപ്പിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ആര്യേച്ചി പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറി പിടിക്കുന്ന ഒരാളാണ് ആര്യേച്ചി പോയത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറെ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. പായസം മിക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പായസം മിക്സും പിന്നെ രാവിലത്തേക്ക് ചായക്കൊന്നുമില്ലായിരുന്നു, അതും കൂടി വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കടയിൽ പോയത്. അതൊക്കെ അവിടെ നിന്ന് വാങ്ങി. പിന്നെ കിട്ടാത്ത കുറച്ച് പച്ചക്കറിയും കൂടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ആ പച്ചക്കറിയും കൂടെ വാങ്ങിയിട്ട് പിന്നെ ഓട്ടോ വിളിച്ചങ്ങ് പോയി. അന്നപ്പോഴാണ് ശർക്കര വരട്ടിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷ കയറിയതിന് ശേഷം പിന്നെ ഓട്ടോ നിർത്തിച്ചിട്ടാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി അതും കൂടെ വാങ്ങിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോയി. വീട്ടിലെത്തിയിട്ട് പാലും തൈരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഓണേഴ്സിൻ്റെ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാന്താരിയാണ് ഏതായാലും ഓണപ്പരിപാടി വെക്കല്ലേന്ന് വിചാരിച്ച് ഒരു കുറവും വരുത്താണ്ട് പൂവൊക്കെ ഞങ്ങൾ തലേന്നേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന പൂവാണ്. പൂ കോർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നത്. കറണ്ട് പോയിട്ട് ഞങ്ങൾ അവിടെ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി നേരമൊക്കെ അതവിടെ ഇരുന്ന് കോർത്തെടുത്തു. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പൂവൊക്കെ തലേന്നേ കിട്ടിയോണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. പൂവെല്ലാം കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുമിച്ച് അത് ഒന്നായിട്ട് വെച്ച സമയത്ത് ഇത് അപ്പടി കെട്ടിക്കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിടിപ്പിച്ചെടുക്കുക എന്നുള്ളതൊരു ടാസ്ക് ആയിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചപ്പോൾ മൊത്തത്തിൽ ഒന്നായിട്ട് എടുത്ത സമയത്ത് ഒന്നായിട്ട് അതങ്ങ് കെട്ടിക്കുടുങ്ങിപ്പോയി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? 2-3 കൈയായിട്ട് വന്നേന്. അങ്ങനെ കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇതൊന്ന് വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മുഴുവനൊന്നും കിട്ടിയില്ലായിരുന്നു, കുറച്ചെണ്ണം ഒന്നായിട്ട് കെട്ടിക്കുടുങ്ങിയിട്ട് തന്നെയാണ് നിന്നത്. ഇനിയും കെട്ടിക്കുടുങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ രാത്രി തന്നെ അത് അവിടെ മുഴുവൻ തോരണം നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും മഴയത്ത് ആനിശം മുറ്റത്തിറങ്ങിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചെണ്ണമൊക്കെ ഞങ്ങൾ തൂക്കിയിട്ടു. പിന്നെ എല്ലാ ഫുഡും കൂടിയൊന്നും രാവിലെ ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ ഇപ്പം ചെയ്തു വെക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്നവരാണ് ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് മൈലാഞ്ചിരുന്ന്. ആര്യച്ചിൻ്റെ കൊതിയാണ് മൈലാഞ്ചിരുന്നത്, അതുകൊണ്ട് പിന്നെ വിദ്യ അന്നേരം അവിടെ നിന്ന് മൈലാഞ്ചിട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ നോക്കി അരിഞ്ഞു വെക്കാൻ പറ്റുന്നതൊക്കെ അരിഞ്ഞു വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന്
പച്ചക്കറിയൊക്കെ കുറച്ചൊക്കെ എടുത്ത് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് അരിഞ്ഞ് വെച്ചു. പിന്നെ പച്ചക്കറി അരിഞ്ഞ് വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ളവർ അവിടെ നിന്ന് പൂക്കളം വരയ്ക്കുന്നതും കൂടി ഉണ്ടായിരുന്നു. കുറച്ച് പേര് അടുക്കളയിൽ നിന്ന് തേങ്ങ വറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നുന്നു, വീഡിയോയിൽ അതില്ലാന്ന് തോന്നുന്നു. അങ്ങനെ അവർ പൂക്കളൊക്കെ വരച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞൊന്ന് സെറ്റ് ചെയ്ത്. ആർഷയാണ് മെയിനായിട്ട് പൂക്കളം വരച്ചേ തോന്നുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ അവിടെ പച്ചക്കറി അരിയുന്നിടത്തേക്കുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ കുറച്ച് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വിധം കുറച്ച് പച്ചക്കറി മാക്സിമം അരിഞ്ഞ് വെച്ചിട്ട് അന്ന് രാത്രി അങ്ങ് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു 5:30 എണീക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. എണീക്കില്ല എന്ന് ഉറപ്പാണെങ്കിലും എണീക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ കിടന്നത്. പക്ഷെ ആരും എണീറ്റില്ലായിരുന്നു. എല്ലാവരും എണീക്കുമ്പോഴത്തേക്ക് ഒരു 7 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ തേങ്ങ ഒന്ന് അരച്ച് വെക്കാമെന്നും കൂടി വിചാരിച്ചു. തേങ്ങ അരച്ച് വെച്ചതിന് ശേഷമാണ് അന്ന് കിടന്നത്. പിറ്റേന്ന് രാവിലെ വരെയൊക്കെ എണീച്ചതിന് ശേഷമാണ് ഞാൻ എണീച്ചത്. അപ്പോഴത്തേക്ക് ഇവർ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ രാത്രി അരിഞ്ഞ് വെച്ചാൽ കേടായി പോകുന്നതുകൊണ്ട് തന്നെ ബാക്കി രാവിലെയാണ് അരിഞ്ഞത്. പിന്നെ പൂവിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു, കാരണം രാത്രി എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതിടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൂക്കളം ഞങ്ങൾ രാത്രിയെ വരച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവരെല്ലാവരും കൂടി പൂവിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്കാർക്കും പിന്നെ പുറത്തേക്ക് ഇറങ്ങാനായില്ല. പിന്നെ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കണമായിരുന്നു. ഞങ്ങൾ ഗസ്റ്റിനെ വിളിച്ചതുകൊണ്ട് തന്നെ ഫുഡ് എന്തായാലും വേണമല്ലോ. ഞങ്ങൾ മാത്രമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ കറണ്ട് പോകുന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ അരച്ച് വെക്കാനുള്ളതൊക്കെ വേഗം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടിൽ നിന്നും നേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കളൊക്കെ അവിടെ സെറ്റായി വരുമ്പോഴത്തേക്കും ഞങ്ങൾ പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ ഒരു പ്രത്യേക സമയം കണ്ടെത്താനൊന്നും പറ്റിയില്ല. ഇടയിലെപ്പോഴൊന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിയിഞ്ചി സാമ്പാറിനുള്ളതൊക്കെ വേഗം അടുപ്പത്ത് വെച്ച്. സാമ്പാറായാൽ പിന്നെ മെയിനായിട്ടുള്ളത് ആയല്ലോ, അഥവാ ബാക്കിയൊന്നും ആയില്ലെങ്കിൽ ചോറ് കൊടുക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്യാസ് അടുപ്പുമ്പോൾ മാത്രം ആക്കിയാൽ റെഡി ആവില്ല എന്നറിയുന്നതുകൊണ്ട് ഞങ്ങൾ അടുപ്പും കൂടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പ് കത്തിക്കാൻ എക്സ്പേർട്ടാണ് നമ്മളെ വിദ്യ. ഞങ്ങൾ അടുക്കളയിൽ കുക്കിങ്ങൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരവിടെ പൂക്കളായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങേൻ്റെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു, അന്ന് പിന്നെ ചിരക്കിങ്ങാണ്ട് സെറ്റ് ചെയ്തു. അന്നപ്പോഴത്തേക്കും പിന്നെ ഇല വേണമല്ലോ, സദ്യയല്ലേ, അപ്പോൾ ഇല ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ചോറ് കഴിക്കുക. അങ്ങനെ ഇലയും കൂടെ വെട്ടിയെടുത്തു. പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള അവിയലും പായസമൊക്കെയായിരുന്നു. പിന്നെ ജിയ വന്നിട്ടുണ്ടായിരുന്നു. ജിയ ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചതാണ്. ജിയ ഗസ്റ്റാണെങ്കിലും ഞങ്ങളിവിടെയുള്ള ആളെ പോലെ തന്നെയാണ് ജിയ. അങ്ങനെ ജിയൊക്കെ വന്നു. പിന്നെ കുറച്ച് സാധനം കൂടി അവൾ വന്നതിന് ശേഷം ഉണ്ടാക്കാണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ സ്ഥലപടയിൽ നിന്ന് വേഗം ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് ഇലയൊക്കെ കഴുകി ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ നിന്നത്. ഒത്തിരി ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അധികം ലേറ്റ് ആവാതെ ഫുഡൊക്കെ റെഡി ആയിരുന്നു. പിന്നെ ഇത് ഞങ്ങളെ ഓണേഴ്സാണ്. ഇവരെ ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരും കൂടെ വന്ന് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരുങ്ങിയ വേണ്ടിയും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് പിന്നെ ലാസ്റ്റ് തിരക്കായി. പിന്നെ വിളമ്പുന്നിടത്ത് ഞങ്ങൾ കുറച്ച് അടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ വിളമ്പിണ്ടായിരുന്നത്. ഓരോ സാധനം എടുത്തുകൊണ്ട് വരാനുള്ള തിരക്കും വിളമ്പാനുള്ള തിരക്കൊക്കെയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കണ്ട് ഞങ്ങൾ പെട്ടെന്ന് വിളമ്പലൊക്കെ സെറ്റ് ചെയ്തും കണ്ട് അതൊക്കെ റെഡിയാക്കി അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചു. എല്ലാവർക്കും കൂടി ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. 4 പേര് മാത്രമേ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചത്. ബാക്കിയുള്ളവരൊക്കെ പിന്നെ അവിടുത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞേരെ കൊലായിൽ എല്ലാവരും കൂടി നേരെ ഇരുന്ന് കണ്ട് നിരത്തിരുന്ന് കണ്ടാണ് ഫുഡ് കഴിച്ചത്. അതൊരു രസമാണല്ലോ. പിന്നെ ഇവരുടെ കൂടെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേര് ഇവരെ കൂടി ഇരുന്ന് കഴിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കൊലായിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓണപ്പരിപാടി കഴിഞ്ഞു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ആണ് ഇത്രയും തോനെ ഫുഡ് അവിടെ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല രാവിലെ എണീറ്റ് ഉച്ചയായപ്പോൾ കറക്റ്റ് ടൈമിന് ഫുഡ് റെഡിയായി. അതായിരുന്നു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സാധാരണ ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയാലും ഉച്ചയാകുമ്പോൾ ഒന്നും ഫുഡ് റെഡി ആവില്ല. പക്ഷേ ഇപ്രാവശ്യം ഇത്രയും സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഫുഡ് കറക്റ്റ് ടൈമിന് ഉണ്ടാക്കി കഴിയുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിന് കഴിക്കാനും പറ്റി. പിന്നെ അവർ നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാനും നയനയും വിദ്യയും സപ്തമി കഴിക്കുക. ബാക്കി എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് വീട്ടിലെത്താൻ വേണ്ടി ധൃതിയുണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.